ഉപേക്ഷിച്ചാലുപേക്ഷിക്കാതെ മാധ്യസ്ഥം നൽകിടുവാനാ കോട്ടയത്ത് വാഴുന്ന അന്തോണീസ് പുണ്യവാനെ സ്വീകരിക്കൂ കൈകൾ നീട്ടി ആപിയാമിൻ അർത്ഥനായ ദൈവമക്കളെ, പെസഹ കാലത്തിലെ 5-ാം ഞായർ, ഉയർപ്പ് കാലത്തിലെ 5-ാം ഞായറിലേക്ക് നമ്മൾ പ്രവേശിക്കുക. ഉയർപ്പ് കാലം നമ്മെ ഒരു പുതിയ ഉണർവിലേക്ക് നയിച്ചുകൊണ്ടിരിക്കുക. നമ്മുടെ ജീവിതത്തിൽ തകർന്നു പോയ ഏവരെയും ചേർത്ത് പിടിക്കുന്ന ഒരു തള്ളപ്പക്ഷി, ആ തള്ളപ്പക്ഷിയാണ് ക്രിസ്തു. നമ്മെ ഓരോരുത്തരെയും ചേർത്ത് പിടിക്കുക. ആർക്ക് വേണമെങ്കിലും അവൻ്റെ ചിറകിൻ്റെ കീഴിലേക്ക്. ആരുടെയും യോഗ്യതകളൊന്നുമില്ല, ഒറ്റ യോഗ്യത, ചേർന്ന് നിൽക്കാനുള്ള ആഗ്രഹം. ആര് ക്രിസ്തുവെ എന്ന് വിളിക്കുന്നുവോ അവൻ്റെ അടുക്കിലേക്ക് ക്രിസ്തു എത്തും. ആര് രക്ഷയ്ക്ക് വേണ്ടി കൈനീട്ടുന്നുവോ അവരുടെ അടുക്കിലേക്ക് അവിടുത്തെ സാന്നിധ്യം എത്തും. ഇന്ന് ആദ്യ വായന അപ്പോസ്തല പ്രവർത്തനം 9-ാം അധ്യായം 26 മുതൽ 31 വരെ. വളരെ മനോഹരമായിട്ടൊരു തിരുവചനഭാവം. സാവൂള്, പൗലോസ് അപ്പോസ്തലന്മാരുടെ കൂടെ ചേരാൻ ആഗ്രഹിച്ചിട്ട് അവര് അടുപ്പിക്കുന്നില്ല. ക്രിസ്തുവിനെ ഒരുപാട് സ്നേഹിച്ചു, പക്ഷേ ശിഷ്യന്മാർക്ക് പേടിയാ. ഇവൻ കൊലയാളിയാ, സ്തേഫാനോസിനെ പോലും വധിക്കാൻ കൂട്ടുനിന്നവനാ. മക്കളൊന്ന് ആലോചിച്ച് നോക്കിയേ, ആരാധനാ സമൂഹത്തിൽ ഉൾപ്പെടാൻ പറ്റാത്ത ഒരവസ്ഥയെ പറ്റി ഒന്ന് ചിന്തിച്ചേ. നമ്മൾ പള്ളിയിൽ ചെല്ലുമ്പോൾ നമ്മളെ പള്ളി കയറ്റിയില്ലേ എങ്ങനെ ഇരിക്കും? അങ്ങനെയൊക്കെ ഒരു കാലം പണ്ടുണ്ടായിരുന്നു കേട്ടോ. തെമ്മാടിക്കുഴിയെന്നും അല്ലെ പള്ളി കയറാതെയും അല്ലെങ്കിൽ പള്ളിക്കുറ്റത്തിൽ പെട്ടു എന്നൊക്കെ പറഞ്ഞു നിൽക്കുന്ന ഒരു കാലം ഉണ്ടായിരുന്നു. ഇന്ന് ദൈവം തൻ്റെ ചിറക് വിരിക്കുകയാണ്. നമ്മുടെ ജീവിതത്തിലേക്ക് തമ്പുരാൻ കർത്താവ് ഇടപെടുന്ന അത്ഭുതകരമായ അനുഭവങ്ങൾ ജീവിതത്തിലുള്ളവരല്ലേ. പക്ഷേ നമ്മൾ തിരുവചനത്തിൽ കാണുകയാണ് ബർണ്ണബാസ് ഇടപെടുക. ബർണ്ണബാസ് സാവൂളിൻ്റെ അനുഭവം പറഞ്ഞു. അവന് ദൈവദർശനം ഉണ്ടായി, അവനോട് ക്രിസ്തു സംസാരിച്ചു. ഡമാസ്കസിൽ അവൻ ശക്തമായിട്ട് ദൈവവചനം പ്രഘോഷിച്ചു. സാക്ഷിയായിട്ട് ബർണ്ണബാസ് മാറുക. ദൈവ പൈതലേ, ക്രിസ്തുവിലേക്കുള്ള നിന്റെ അടുപ്പം, ക്രിസ്തുവിലേക്കുള്ള നിന്റെ ഒഴുക്ക് നിന്നെ ക്രിസ്തുവിലെത്തിക്കും. ലോകത്തിൽ ആർക്കും നമ്മളെ തടയാനാവില്ല കേട്ടോ. നിന്റെ വിശ്വാസത്തെ തടസ്സം ആർക്കും പറ്റത്തില്ല. ഏത് മത തീവ്രവാദം ഉണ്ടെന്ന് പറഞ്ഞാലും ശരി, ഏത് ഭീകരവാദം ഉണ്ടെന്ന് പറഞ്ഞാലും ശരി, ക്രിസ്തുവിനെ കെടുത്താനാവില്ലെന്നേ. ക്രൂശിതനായ ക്രിസ്തു ഉത്ഥിതനായി എന്ന് പറയുന്നത് യേശു എന്ന നസ്രയനായ ഒരു വ്യക്തിയുടെ കഥയല്ല, അത് സഭയുടെ കഥയാണ്. അതെൻ്റെയും നിങ്ങളുടെയും കഥയാണ്. വിശ്വാസം കത്തിജ്വലിച്ച് നിൽക്കുന്ന ഒരു വ്യക്തിയുടെ വിശ്വാസത്തെ കെടുത്താനാവില്ല. നീ എന്തുമാത്രം ദൈവത്തെങ്കിലേക്ക് വരും. ദൈവമക്കളെ, ഒന്നും നമ്മളെ ദൈവത്തിൽ അകറ്റില്ല. അപ്പോസ്തലൻ ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൽ നിന്ന് ആരും നമ്മെ വേർപെടുത്തും. നമ്മൾ തിരുവചനത്തിൽ കാണുക, ഇതാ പൗലോസ് മുമ്പോട്ട് ഗ്രീക്കുകാരോട്, കാരണം ഗ്രീക്ക് അറിയാം, മറ്റേ ശിഷ്യന്മാർക്കൊന്നും ഗ്രീക്ക്, അവർ മീൻപിടുത്തക്കാരല്ലേ, അവർക്ക് മര്യാദയ്ക്ക് ഭാഷ പോലും അറിയത്തില്ല. കർത്താവ് കൂട്ടിച്ചേർക്കുക സാവൂളിനെ. ദൈവങ്ങളെ, ദൈവത്തിന് നമ്മളെ ഓരോരുത്തരെയും പറ്റിയുള്ള പദ്ധതികളുണ്ട്. ദൈവത്തിന്റെ വിശ്വാസം. ഡമാസ്കസിൽ സഭയെ നശിപ്പിക്കാൻ വന്നവനെ കൊണ്ട് ഡമാസ്കസിൽ സഭയെ പടുത്തുയർത്തുക കർത്താവ്. കൈവിട്ടു പോയിട്ടില്ല മക്കളെ. നമ്മൾ ചിലപ്പോഴൊക്കെ എങ്കിലൊക്കെ വല്ലാത്ത നിരാശയിൽ ചിലരൊക്കെ എന്നോട് വന്ന് വാവിട്ട് നിലവിളിക്കുന്ന മനുഷ്യരെയൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. അച്ഛോ തെറ്റിപ്പോയി എന്നൊക്കെ പറയുന്ന, അല്ല വീണുപോയി എന്നൊക്കെ പറഞ്ഞ് വാവിട്ട് നിലവിളിക്കുന്ന പ്രായമായ മനുഷ്യരൊക്കെ ഞാൻ കണ്ടു, യുവാക്കന്മാരെ ഞാൻ കണ്ടിട്ടുണ്ട്. കുഞ്ഞ്, ഇന്നത്തെ തിരുവചനം പറയാം, അങ്ങനെ കൈവിട്ട് നീ പോയിട്ടില്ല. അവൻ്റെ കരങ്ങൾ വിരിച്ചു പിടിച്ചിരിക്കുന്ന അത്രയും കാലം നീ കൈവിട്ടു പോയ ഒരു വ്യക്തിയല്ല. നമ്മൾ കാണാം, വീണ്ടും ഈ ശിഷ്യന്മാര് സാവൂളിന് പൗലോസിന് പ്രൊട്ടക്ഷൻ കൊടുക്കുക. സാവൂള് ദൈവത്തിൻ്റെ വചനം പ്രഘോഷിക്കുന്നു. ദൈവാത്മാവിനെ അവർക്ക് പങ്കുവെച്ചു കൊടുത്ത് പറയുന്നു, സഭ ശക്തി പ്രാപിച്ച് ദൈവഭയത്തിലും പരിശുദ്ധാത്മാവ് നൽകിയ സമാശ്വാസത്തിലും വളർന്നു. സഭ ലോകമെമ്പാടും ഗലീലയിലും കേസറിയയിലും സമരിയായിലും യൂദയായിലും ഗലീലയിലും ഒക്കെ പടർന്നു എന്ന് തിരുവചനം. പ്രതിവചന സങ്കീർത്തനം 22 ഈശോയുടെ പ്രാർത്ഥന ആണല്ലോ 22 സങ്കീർത്തനം. ഭൂമിയുടെ അതിർത്തികൾ കർത്താവിനെ അനുസ്മരിക്കുകയും അവിടുത്തെ അടുക്കലേക്ക് തിരിച്ചു വരികയും ചെയ്യും. എല്ലാ ജനതകളും അവിടുത്തെ സന്നിധിയിൽ ആരാധന അർപ്പിക്കും. ഭൂമിയിലെ അഹങ്കാരികൾ അവിടുത്തെ മുമ്പിൽ കുമ്പിടും. ജീവൻ പിടിച്ചു നിർത്താനാവാതെ പൊടിയിലേക്ക് മടങ്ങുന്നവർ അവിടുത്തെ മുമ്പിൽ പ്രണമിക്കും. ആർക്കുമുണ്ട്?
അഹങ്കാരികൾക്ക് പോലും കർത്താവിന് മുമ്പിൽ ഇടമുണ്ട് എന്നൊക്കെ ധ്യാനിച്ച് വരുമ്പോൾ ദൈവത്തിൻ്റെ പുരുഷാന്തരങ്ങൾ അവിടുത്തെ സേവിക്കും. അവർ ഭാവി തലമുറയോട് കർത്താവിനെ പറ്റി പറയും. ജനിക്കാനിരിക്കുന്ന തലമുറയോട് കർത്താവാണ് മോചനം നേടിത്തന്നത് എന്ന് അവർ ഉദ്ഘോഷിക്കും. ഏവരെയും ചേർത്ത് പിടിക്കുന്ന കർത്താവ്. യോഹന്നാൻ അപ്പോസ്തലന്റെ ലേഖനം 1 ലേഖനം 3:18 മുതൽ 24 വരെയുള്ള വാക്യങ്ങൾ അല്പം കൂടെ പറയുകയാണ്. നമ്മുടെ ഹൃദയം നമ്മെ കുറ്റപ്പെടുത്തുന്നുണ്ടെങ്കിലും ദൈവം നമ്മുടെ ഹൃദയത്തെക്കാൾ വലിയവനും എല്ലാം അറിയുന്നവനുമാകിയാൽ അവിടുത്തെ സന്നിധിയിൽ നാം സമാധാനം കണ്ടെത്തും. നേരത്തെ പറഞ്ഞില്ലേ, കുറ്റപ്പെടുത്തപ്പെടുന്ന ചില മനുഷ്യര് കുറ്റബോധവും നിരാശയും സങ്കടവും പരാജയവും ഒക്കെ അനുഭവിക്കുന്നു. അപ്പോസ്തലൻ പറയുന്നത് നമ്മുടെ ഹൃദയമാണ് നമ്മളെ കുറ്റപ്പെടുത്തുന്നത്. എന്നിട്ട് ഹൃദയം കുറ്റപ്പെടുത്തുന്നവനെ പോലും ദൈവം ചേർത്ത് പിടിക്കും. കാരണം നമ്മുടെ ഹൃദയത്തെക്കാളും വലിയവനാണ് നമ്മുടെ ദൈവം. അല്ലെ, നമ്മൾ ഒത്തിരി കുറ്റബോധവും ചില എന്താ പറയുക ഒരു അപകർഷതാബോധവും ഒക്കെ ആയിട്ട് ജീവിക്കുന്നവരല്ലേ നമ്മൾ. പക്ഷെ ദൈവത്തിൻ്റെ കാര്യം അതിനേക്കാളും വലുതാണെന്നൊക്കെ എഴുതണമെങ്കിൽ ദൈവസ്നേഹത്തിൻ്റെ ഹൃദയം യോഹന്നാൻ ഉണ്ടായിരിക്കണം. എന്നിട്ട് പറയുക നമ്മൾ പക്ഷേ ഹൃദയം കുറ്റപ്പെടുത്താത്തവനാണെങ്കിൽ നല്ലതാണ്. ദൈവസന്നിധി നമുക്ക് ആത്മധൈര്യമുണ്ട്. ദൈവത്തോട് ചേർന്ന് നിന്നാൽ നമുക്ക് ഫലങ്ങൾ പുറപ്പെടുവിക്കാനാവും. യോഹന്നാൻ പറയുക, നാം അവിടുത്തെ പുത്രൻ യേശുവിൻ്റെ നാമത്തിൽ നാം വിശ്വസിക്കുകയും അവൻ നമ്മോട് കൽപ്പിച്ചതുപോലെ നാം സ്നേഹിക്കുകയും. 2 കാര്യം അപ്പോസ്തലൻ പറയുക, വലത് കൈയും ഇടത് കൈയും പോലെ. 1 വിശ്വസിക്കുക, 2 അവൻ സ്നേഹിച്ചതുപോലെ സ്നേഹിക്കാൻ പറ്റുക. യോഹന്നാൻ്റെ സുവിശേഷം 15-ാം അധ്യായം കഴിഞ്ഞ ദിവസം നമ്മൾ ധ്യാനിച്ച ഭാഗമാണ്. മുന്തിരിവള്ളിയും ശാഖകളും തമ്പുരാൻ ചേർത്ത് നിർത്തുക. തമ്പുരാനോട് ചേർന്ന് നിൽക്കുന്ന ശാഖയിൽ നിശ്ചയമായും ഫലമുണ്ടാകും എന്ന് തിരുവചനം പറയുക. എന്നിൽ നിലനിൽക്കാതെ നിങ്ങൾക്ക് ഫലം പുറപ്പെടുവിക്കാൻ ആവുന്നില്ല. വീണ്ടും പറയാം, ഞാൻ മുന്തിരിച്ചെടിയും നിങ്ങൾ ശാഖകളുമാണ്. ആരെന്നിലും ഞാൻ അവനിലും വസിക്കുന്നു, അവനേറെ ഫലം പുറപ്പെടുവിക്കുന്നു. എന്നെ കൂടാതെ നിങ്ങൾക്കൊന്നും ചെയ്യാൻ കഴിയില്ല. എന്നിൽ വസിക്കാത്ത മുറിച്ച ശാഖ പോലെ പുറത്തെറിയപ്പെടുകയും ഉണങ്ങിപ്പോവുകയും ചെയ്യും. അത്തരം കമ്പുകൾ ശേഖരിച്ച് തീയിലിട്ട് കത്തിച്ചു കളയുന്നു. നിങ്ങൾ എന്നിൽ വസിക്കുകയും എൻ്റെ വാക്കുകൾ നിങ്ങളിൽ നിലനിൽക്കുകയും ചെയ്യുന്നുണ്ടെങ്കിൽ ഇഷ്ടമുള്ളത് ചോദിച്ചുകൊള്ളുക, നിങ്ങൾക്ക് ലഭിക്കും. ദൈവമക്കളെ, ആരൊക്കെ ക്രിസ്തുവിനോട് ചേർന്ന് നിൽക്കുന്നോ, ആരൊക്കെ ക്രിസ്തുവിനോട് ഒട്ടി നിൽക്കുന്നോ, അവരെയൊക്കെ ഉദ്ധിതൻ്റെ കരങ്ങൾക്ക് വിമോചിപ്പിക്കാനാവും. മുറിവേറ്റ കരങ്ങളുള്ള ഉദ്ധിതൻ്റെ കരങ്ങൾക്ക് എല്ലാ മുറിവേറ്റവരെയും ചേർത്ത് പിടിക്കാനാവുമെന്ന്. ഓ കർത്താവെ, അങ്ങ് മുറിവേറ്റ ഞങ്ങളെ ചേർത്ത് പിടിക്കാനാണെന്ന് ഞങ്ങൾ ഇന്ന് തിരിച്ചറിയുന്ന കർത്താവെ, നിന്നോടൊന്ന് ചേർന്ന് നിൽക്കാൻ, നിന്റെ ആ കുരിശുമരത്തിൻ്റെ തണലിലേക്ക് ഞങ്ങളൊന്ന് വരുവാൻ, അങ്ങാകുന്ന മുന്തിരിച്ചെടിയോട് ചേർന്ന് നിൽക്കുവാൻ കർത്താവെ, ആരെയും ഉപേക്ഷിക്കാത്ത അങ്ങ് എന്നെയും ഉപേക്ഷിക്കില്ലെന്നറിയാം. സ്വർഗം തുറക്കപ്പെടട്ടെ. രോഗികൾ, വേദനിക്കുന്നവർ, ദുഃഖിക്കുന്നവർ, നിരാശപ്പെടുന്നവർ, ആകുലപ്പെടുന്നവർ, അസ്വസ്ഥപ്പെടുന്നവർ കർത്താവെ, എന്തെങ്കിലും പ്രത്യേക നിയോഗവുമായിട്ട് ഇപ്പോൾ ഈ വചനം കേട്ടുകൊണ്ടിരിക്കുന്ന മക്കളുടെ മേൽ അത്ഭുതകരമായ അഭിഷേകം, ദൈവമേ, അകന്നുപോയി വീണുപോയി എന്ന് വിചാരിക്കുന്നവർ അങ്ങ് ചേർത്ത് പിടിക്കണമേ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. വാഴുന്ന അന്തോണീസ് പുണ്യവാനെ സ്വീകരിക്കൂ കൈകൾ നീട്ടി ആപിയാമെന്ന്